യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ ജീവിതത്തിലെ ഒരു സംഭവം. ശത്രുക്കൾ ഒരിക്കൽ അന്ത്രയോസിനെ കഠോരമായി പീഡിപ്പിച്ച് മരത്തിൽ കെട്ടിയിട്ട് വല്ലാതെ മർദ്ദിച്ച് അവശനാക്കി. ദേഹം മുഴുവൻ മുറിവുകളാൽ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേദനിച്ച് നിൽക്കുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് മുറിവുകളൊക്കെ ഉണക്കി കഴുകി സുഖപ്പെടുത്താൻ അമ്മ സഹായിക്കുകയാണ്. 3 ദിവസത്തോളം മുഴുവൻ സമയവും പരിശുദ്ധ അമ്മ ഈ അന്ത്രയോസ് ശ്ലീഹായുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുക. പിന്നീട് മരണം വരെയും അമ്മ കൂട്ടിനുണ്ടായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, കുരിശിൻ ചുവട്ടിൽ ഈശോ നമുക്ക് തന്ന വലിയൊരു സമ്മാനമാണ് പരിശുദ്ധ അമ്മ. തൻ്റെ മരണത്തിൻ്റെ സമയം വരെയും ഈശോയുടെ ഒപ്പം അമ്മയുണ്ടായിരുന്നു. ശിഷ്യന്മാരൊക്കെ മാറിപ്പോയി, അവരൊക്കെ കൂടെ നിൽക്കേണ്ടവരായിരുന്നു. പക്ഷേ വേദനയുടെ സമയത്തൊക്കെ അവർ മാറിപ്പോയി. അവർക്കൊന്നും ഈശോയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അമ്മ ഒരു നിമിഷം പോലും മാറാതെ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. ശരീരത്തിൽ വേദന കൊണ്ടും കുരിശിൻ്റെ ഭാരം കൊണ്ടും മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ ഈശോ കുരിശുമായിട്ട് വീഴുമ്പോൾ അമ്മയുടെ കൈകൾ അറിയാതെ നീളുന്നുണ്ടായിരുന്നു ഈശോയെ ഒന്ന് താങ്ങിപ്പിടിക്കാൻ. ഒരു വലിയ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ നിന്റെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ കൂടെ ഉണ്ടാവും. തനിച്ചാക്കില്ല, ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കില്ല, ഒരു കാരണവശാലും ഓടി മറയില്ല. മറിച്ച് നിന്റെ വേദനകൾ മുഴുവൻ അമ്മ ഒപ്പിയെടുക്കും. രോഗശയ്യയിൽ കിടക്കുന്ന വ്യക്തിയാണോ നീ? ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്ന മകനാണോ നീ? ജീവിതത്തിൽ സ്വകാര്യ ദുഃഖങ്ങളുടെ പേരിൽ വല്ലാതെ നീറുന്ന ഹൃദയമാണോ നിനക്കുള്ളത്? അമ്മ അടുത്തുണ്ടാവും. കാരണം കുരിശിൽ ഏകാന്തതയിൽ വലിയ വേദന സഹിച്ച് കണ്ണിലൂടെയൊക്കെ രക്തമൊക്കെ ഒഴുകുന്നുണ്ട്. മുൾക്കിരീടത്തിൽ നിന്നൊക്കെ ഒഴുകിയിറങ്ങുന്ന രക്തം കണ്ണിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്. കാഴ്ചയൊക്കെ മങ്ങുന്നുണ്ട്. പക്ഷെ അതിനിടയിലും അമ്മയെ കണ്ടിട്ട് ഈശോ നമ്മളെ എല്ലാവരെയും അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാ നിൻ്റെ മകൻ. ഈശോ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നമ്മളെ എല്ലാവരെയും. ഈശോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് വേദനിക്കുന്നവരുടെ അവസ്ഥ, ഒറ്റപ്പെട്ടു പോകുന്നവരുടെ അവസ്ഥ, ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നവരുടെ അവസ്ഥ ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. തൻ്റെ അമ്മയ്ക്ക് ഇനി ആരുമില്ല എന്ന് ഈശോയ്ക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, ഇതാ നിൻ്റെ അമ്മ. അമ്മയ്ക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, നമുക്ക് അമ്മയും തരുന്നു. ഈശോയുടെ വലിയ സ്നേഹം, വലിയൊരു സമ്മാനം. ഈ അമ്മ എല്ലാ സമയവും അരികിലുണ്ടാവും. ഈ അമ്മയ്ക്ക് ഏതാവശ്യത്തിലും കൂടെ നിൽക്കാൻ സാധിക്കും. വിശുദ്ധരെ ജനിപ്പിക്കാനും വിശുദ്ധരെ വളർത്താനും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും അമ്മയ്ക്ക് സ്വർഗം തന്നെ ദൗത്യം ഏൽപ്പിച്ചു എന്ന് നമുക്ക് തോന്നുന്ന പോലെയാണ് അമ്മ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുക. അമ്മയുടെ സഹായം ചോദിക്കാൻ മടി വേണ്ടാട്ടോ. അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒറ്റയ്ക്കല്ല, അമ്മയുടെ സഹായം ഉണ്ടാവും. നമുക്ക് അമ്മയെ വിളിക്കാം. അമ്മ സഹായിക്കട്ടെ. ആമേൻ.